കൃഷി അറിവുകൾക്കൊരിടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ മണ്ണിൻ്റെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമതുലിത വളപ്രയോഗം ആണ്. സമതുലിത വളപ്രയോഗം എന്നത് വിളകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ശരിയായ അളവിലും ശരിയായ സമയത്തും ശരിയായ രീതിയിലും നൽകുക എന്നതാണ്. നമ്മുടെ കാർഷിക സർവകലാശാലകൾ ഇതിനായി ഓരോ വിളയ്ക്കും അനുയോജ്യമായ വളപ്രയോഗ ശുപാർശകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, വളങ്ങൾ അമിതമായി ഉപയോഗിച്ചാൽ മണ്ണിന് ദോഷമുണ്ടാകുകയും ജലസ്രോതസ്സുകൾ മലിനമാകുകയും മനുഷ്യാരോഗ്യത്തെയും ബാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് യൂറിയയുടെ അതിരഹിത പ്രയോഗം നമ്മുടെ മണ്ണിന്റെ ഫലഭൂഷ്ഠിത കുറയ്ക്കുകയും ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ കയറി ഗുരുതരമായ രോഗങ്ങൾ വഴിയൊരുക്കുകയും ചെയ്യുന്നു. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ക്യാൻസർ പോലുള്ള അസുഖങ്ങളും വരെ വരാൻ ഇടയാക്കുമെന്ന് ശാസ്ത്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ യൂറിയ പോലുള്ള രാസവളങ്ങൾ കർശനമായി നിയന്ത്രിതമായ അളവിൽ മാത്രം ഉപയോഗിക്കണം. എങ്ങനെ ചെയ്യാം ഇത്? ആദ്യം മണ്ണ് പരിശോധിക്കുക. അടുത്തുള്ള ലാബിൽ നിന്ന് മണ്ണ് പരിശോധന നടത്തിയാൽ മണ്ണിന്റെ ആരോഗ്യാവസ്ഥ മനസ്സിലാക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണ് ആരോഗ്യ കാർഡ് പ്രകാരം വളങ്ങൾ നൽകാം. ഡോക്ടർ മരുന്ന് നിർദ്ദേശിക്കുന്നത് പോലെ വളങ്ങളും മണ്ണിന്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം നൽകണം. ഇങ്ങനെ ചെയ്താൽ വിളവെടുപ്പ് കൂടുക മാത്രമല്ല, വിളയുടെ ഗുണമേന്മയും വർദ്ധിക്കും. നല്ല രീതിയിൽ വളർന്ന ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും രുചിയിലും പോഷകത്തിലും ഉന്നത നിലവാരത്തിലായിരിക്കും. അത് കർഷകന് കൂടുതൽ ലാഭവും ഉപഭോക്താവിന് മികച്ച ഭക്ഷണവും നൽകും. സുഹൃത്തുക്കളെ, ഇത് കൂടുതൽ വിളവ് നേടുക മാത്രമല്ല, മെച്ചപ്പെട്ട വിളവ് നേടുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് വളങ്ങളും പ്രത്യേകിച്ച് യൂറിയയും വിവേകത്തോടെ ഉപയോഗിക്കുക. നമ്മുടെ കർഷകരുടെയും നമ്മുടെ മണ്ണിന്റെയും നമ്മുടെ ഭാവി തലമുറയുടെയും ആരോഗ്യകരമായ ഭാവിക്കായി സമതുലിത വളപ്രയോഗം നമ്മുടെ പതിവാക്കി മാറ്റാം. നമ്മുടെ കൈകളിലാണ് നമ്മുടെ കൃഷിയുടെ ഭാവി. അതിനാൽ സമതുലിത വളപ്രയോഗം സമൃദ്ധിയുടെ വഴികാട്ടി എന്ന മുദ്രാവാക്യം എല്ലാവരും ഉൾക്കൊള്ളുക. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. എന്താണ് PM പ്രണാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ജൈവവളങ്ങളോട് ചേർന്ന് രാസവളങ്ങളുടെ സമീകൃത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. 2022-23 ഏകദേശം 2.25 ലക്ഷം കോടി രൂപയായിരുന്ന രാസവളങ്ങളുടെ സബ്സിഡി ഭാരം കുറയ്ക്കുക. PM പ്രണാം സ്കീമിന്റെ പ്രധാന സവിശേഷതകൾ: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്കീമുകൾക്ക് നിലവിലുള്ള വളം സബ്സിഡികൾ ലാഭിക്കുന്നതിലൂടെയാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത്. PM പ്രണാം പദ്ധതിക്ക് പ്രത്യേക ബജറ്റ് ഉണ്ടാകില്ല. PM പ്രണാം പദ്ധതിയുടെ സബ്സിഡി സേവിങ്ങുകളും ഗ്രാന്റുകളും: സബ്സിഡി സമ്പാദ്യത്തിന്റെ 50% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായി നൽകും. ഗ്രാന്റിന്റെ 70% വിവിധ തലങ്ങളിലുള്ള ബദൽ വളങ്ങളും ഉൽപാദന യൂണിറ്റുകളും സാങ്കേതികമായി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആസ്തികൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം. ശേഷിക്കുന്ന 30% കർഷകർ, പഞ്ചായത്തുകൾ, വളം കുറയ്ക്കൽ, ബോധവൽക്കരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് പങ്കാളികൾക്ക് പ്രതിഫലം നൽകാനും പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം ഇഞ്ചിയുടെ കൃഷി രീതിയും വിത്തുൽപാദനത്തിനെ കുറിച്ചുമാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകുന്നതിന് ഉപയോഗിച്ചു വരുന്ന ഒരു പ്രധാന സുഗന്ധവിളയാണ് ഇഞ്ചി. ഇതിനും പുറമെ ആയുർവേദ ഔഷധക്കൂട്ടുകളിലും ഒരു ചേരുവയായി ഇഞ്ചി ഉപയോഗിച്ചു വരുന്നു. വിത്തും ഇനങ്ങളും: ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള
ചില നാടൻ ഇനങ്ങളാണ് മാരൻ, കുറുപ്പംപടി, ഏറനാട്, ഹിമാചൽ, നാദിയ തുടങ്ങിയവ. വിദേശത്തു നിന്നുള്ള റിയോ ഡി ജനീറോ കൃഷിക്കാരുടെ ഇടയിൽ പ്രചാരമുള്ള മറ്റൊരിനമാണ്. ഇതിനു പുറമെ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് വരദ, മഹിമ, രജത, സുരവി, ആതിര, കാർത്തിക, അശ്വതി എന്നിവ. വിത്തിഞ്ചി സംഭരണം. വിത്തിഞ്ചിക്കായി ആരോഗ്യമുള്ളതും നല്ല വലുപ്പമുള്ളതും രോഗകീടബാധ ഇല്ലാത്തതുമായ പ്രഗന്ധങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ചെടി 6 മുതൽ 7 മാസം പ്രായമാവുമ്പോൾ തന്നെ വിത്തിഞ്ചിക്കുള്ള വാരങ്ങൾ അടയാളപ്പെടുത്തണം. രോഗബാധിതയില്ലാത്ത തോട്ടങ്ങളിൽ നിന്നും ജനുവരി മാസത്തിൽ ഇലകൾ മുഴുവനായും ഉണങ്ങിക്കഴിയുമ്പോൾ വിത്തിനായി ഇഞ്ചി ശേഖരിക്കണം. ജനുവരി മാസം കഴിഞ്ഞ് വിത്തിഞ്ചി കൃഷിയിടത്തിൽ തന്നെ ഇടുന്നത് മഞ്ഞുമൂലം ഇഞ്ചി നശിച്ചു പോകുവാൻ കാരണമാകുന്നു. രോഗകീടബാധയുള്ള പ്രഗന്ധങ്ങൾ വിത്തിനായി ഉപയോഗിക്കരുത്. ചീയൽ ബാധിച്ച ഇഞ്ചി കൃഷിയിടത്തിൽ നിന്നും അകലെ കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ കുഴിയെടുത്ത് മൂടുകയോ ചെയ്യണം. സംഭരണത്തിലെ നഷ്ടം കുറയ്ക്കുവാൻ വേണ്ടി ഇഞ്ചി വേണ്ട വിധത്തിൽ വായു കടക്കുന്ന വിധം തണലിൽ സൂക്ഷിക്കുക. വിത്തിഞ്ചി അറക്കപ്പൊടിയോ പാണലിന്റെ ഇലയോ ഉപയോഗിച്ച് സംഭരിക്കുക. ജൈവിക രീതിയിൽ ട്രൈക്കോഡെർമ, സ്യൂഡോമോണാസ് എന്നിവയിൽ 30 മിനിറ്റ് മുക്കിയിട്ട ശേഷം വിത്തിഞ്ചി സൂക്ഷിക്കുന്നത് വഴി സംഭരണ നഷ്ടം കുറയ്ക്കുവാൻ സാധിക്കും. സാധാരണ രീതി അനുസരിച്ച് വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഇഞ്ചി 0.075% ക്വിനാൽഫോസ്, 0.3% മാംഗോ സബ് എന്നിവയടങ്ങിയ മിശ്രിതത്തിൽ 30 മിനിറ്റ് മുക്കിയെടുത്ത് ഇഞ്ചി സംഭരിക്കുവാനുള്ള കുഴികളുണ്ടാക്കി കുഴിയുടെ അരികുവശങ്ങളിൽ ചാണകക്കുഴമ്പ് പുരട്ടിയിടുന്നു. ഈ കുഴികളിൽ ഉണങ്ങിയ മണലോ അറക്കപ്പൊടിയോ ഉപയോഗിച്ച് വിത്തിഞ്ചി അടുക്കി സംഭരിക്കാം. ഒരടി വിത്തിഞ്ചി അടുക്കുന്നതിന് ശേഷം 5 സെന്റിമീറ്റർ കനത്തിൽ മണലോ അല്ലെങ്കിൽ അറക്കപ്പൊടിയോ വിതറാം. ഇപ്രകാരം കുഴി നിറയ്ക്കുമ്പോൾ വായു സഞ്ചാരം ഉറപ്പുവരുത്തുവാൻ കുഴിയുടെ മുകൾ വശത്ത് 10 സെന്റിമീറ്റർ സ്ഥലം ഒഴിവാക്കി ചെറിയ സുഷിരങ്ങളുള്ള മരപ്പലക ഉപയോഗിച്ച് മൂടിയിടാം. 2 ദിവസത്തിലൊരിക്കൽ കുഴി പരിശോധിച്ച് രോഗബാധയുള്ള പ്രഗന്ധങ്ങൾ നീക്കം ചെയ്യണം. ഷെഡിൽ സൂക്ഷിക്കുന്നത് പോലെ തണൽ ലഭ്യമായ സ്ഥലങ്ങളിൽ കുഴിയെടുത്തും ഇഞ്ചി സംഭരിക്കാവുന്നതാണ്. പരമ്പരാഗതമായി കർഷകർ പാണലിന്റെ ഇല ഉപയോഗിച്ച് വിത്തിഞ്ചി സൂക്ഷിക്കുന്നു. വിത്തിഞ്ചിയുടെ വലിപ്പവും തൂക്കവും ഓരോ സ്ഥലത്തെയും അതേപോലെ ഇനത്തിന്റെയും മണ്ണിന്റെയും അടിസ്ഥാനത്തിൽ വിത്തിഞ്ചിയുടെ വലിപ്പവും തൂക്കവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വിത്തിഞ്ചിയുടെ വലിപ്പത്തിന് ആനുപാതികമായാണ് വിളവ്. കൂടുതൽ വിളവ് ലഭിക്കുന്നതിനു വേണ്ടി വിത്തിഞ്ചി 20 മുതൽ 25 ഗ്രാം തൂക്കമുള്ള 1-2 മുകുളങ്ങളോട് കൂടിയ കഷ്ണങ്ങളാക്കുന്നു. സാധാരണ ഹെക്ടറിന് 1500 മുതൽ 2500 കിലോഗ്രാം വിത്തിഞ്ചിയാണ് ഉപയോഗിക്കേണ്ടത്. GRB 35 ബാക്ടീരിയ അടങ്ങുന്ന ക്യാപ്സൂൾ ലയിപ്പിച്ച ലായനിയിൽ 20 മിനിറ്റ് മുക്കി നടുകയാണെങ്കിൽ മൃദുചീയൽ വരുന്നത് തടയുകയും ഇഞ്ചിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. ഏകമുകുള പ്രജനന രീതി ഉപയോഗിച്ച് ഇഞ്ചി കൃഷിക്കുള്ള വിത്തിഞ്ചിയുടെ അളവ് കുറയ്ക്കാം. ഏകമുകുളം പ്രജനന രീതി. ആരോഗ്യവും വലിപ്പവുമുള്ള പ്രഗന്ധങ്ങൾ തിരഞ്ഞെടുത്ത് മാംഗോസബും ക്വിനാൽഫോസും ചേർത്ത ലായനിയിൽ 30 മിനിറ്റ് മുക്കി വെച്ച ശേഷം സംഭരിച്ചു വെക്കണം. നടുന്നതിന് 1 മാസം മുൻപ് 4 മുതൽ 6 ഗ്രാം തൂക്കം വരുന്ന ഒറ്റ മുകുളങ്ങളുള്ള കഷ്ണങ്ങളാക്കി മുറിക്കുകയും ഒരിക്കൽ കൂടി മാംഗോസബ് ലായനിയിൽ 30 മിനിറ്റ് മുക്കി വെച്ച ശേഷം പോട്രയിൽ നടാവുന്നതാണ്. നല്ലവണ്ണം അഴുകിയ ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും 75:25 എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർക്കുക. 1 കിലോഗ്രാം മിശ്രിതത്തിന് 10 ഗ്രാം എന്ന തോതിൽ ട്രൈക്കോഡെർമ ഇതിനോടുകൂടി ചേർക്കണം. നല്ലവണ്ണം യോജിച്ചതിന് ശേഷം ഈ മിശ്രിതം പോട്രയിലുള്ള കുഴികൾ നിറയ്ക്കുവാൻ ഉപയോഗിക്കാം. ഒറ്റ മുകുളങ്ങളായി മുറിച്ചിട്ടുള്ള ഇഞ്ചി കഷ്ണങ്ങൾ പോട്രയിൽ നട്ടതിനു ശേഷം തണലിൽ വെക്കുക. ജൈവിക രീതിയിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം 20 മിനിറ്റ് മുക്കി സംഭരിച്ചു വെക്കണം. നടുന്നതിന് മുൻപ് മുറിച്ചെടുത്ത കഷ്ണങ്ങൾ GRB 35 ബാക്ടീരിയ അടങ്ങുന്ന ക്യാപ്സ്യൂൾ ലയിപ്പിച്ച് ലായനിയിൽ 30 മിനിറ്റ് മുക്കി നടുക. പൂവാലി ഉപയോഗിച്ച് ആവശ്യാനുസരണം നനയ്ക്കുക. നട്ട് 30 മുതൽ 40 ദിവസങ്ങൾക്കുള്ളിൽ നടുന്നതിനുള്ള ഇഞ്ചി തൈകൾ തയ്യാറാകും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കുറഞ്ഞ ചെലവിൽ വളപ്രയോഗം എന്ന വിഷയത്തെക്കുറിച്ച് നോക്കാം.
അടുക്കളത്തോട്ടത്തിൽ സുസ്ഥിര വിളവിന് ക്രമമായ വളപ്രയോഗം ആവശ്യമാണ്. അതിൽ തന്നെ ജൈവവളങ്ങൾക്കു പ്രത്യേക പ്രാധാന്യമുണ്ട്. അവ മണ്ണിൻ്റെ ഗുണവും ജലാകിരണ ശേഷിയും വർദ്ധിപ്പിക്കുന്നു. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, ചകിരിച്ചോർ കമ്പോസ്റ്റ്, കോഴിവളം, ആട്ടിൻകാഷ്ടം, ചാരം, പിണ്ണാക്കുവളങ്ങൾ എന്നിവയാണ് പൊതുവെ ചെടികൾക്ക് നൽകുന്ന ജൈവവളങ്ങൾ. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കാൻ കഴിയുന്ന പച്ചില വളങ്ങൾ കൂടുതലായി ഉപയോഗിക്കാം. ഇവയിൽ ഒന്നാമനാണ് ശീമക്കൊന്ന. പയർവർഗത്തിൽപ്പെട്ട പച്ചില വളച്ചെടിയായതിനാൽ ശീമക്കൊന്ന അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജനെ മണ്ണിലെത്തിക്കും. കൃഷിക്കായി മണ്ണൊരുക്കുന്ന സമയത്ത് ശീമക്കൊന്നയുടെ ഇലയും ഇളം തണ്ടുകളും മണ്ണിൽ ഇളക്കി ചേർക്കണം. നൈട്രജനൊപ്പം ഒരു പരിധിവരെ ഫോസ്ഫറസും പൊട്ടാഷും സൂക്ഷ്മ മൂലകങ്ങളും മണ്ണിനു നൽകാൻ ശീമക്കൊന്നയ്ക്ക് കഴിയും. അതുകൊണ്ട് അടുക്കളത്തോട്ടത്തിൽ ആദ്യ ഉഴവിനൊപ്പം ശീമക്കൊന്ന ചേർക്കുക. അരിമില്ലിൽ നിന്നു സൗജന്യമായോ കുറഞ്ഞ വിലയ്ക്കോ ലഭിക്കുന്ന ഉമി മണ്ണിൽ സിലിക്കയുടെ കുറവ് പച്ചക്കറികൾ അറിയുകയില്ല. ചെടി വളർച്ചയെ ഉത്തേജിപ്പിക്കാനും തണ്ടിനും വേരിനുമെല്ലാം ബലം നൽകാനും സിലിക്ക ആവശ്യമാണ്. ഇലകൾ നിർത്തി പ്രകാശ സംശ്ലേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും വരൾച്ചയെ ചെറുക്കാനും കരുത്തു നൽകാനും സിലിക്ക ഉപകരിക്കും. കീടരോഗ പ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യും. അടുക്കളയിലെ ജൈവാവശിഷ്ടങ്ങളും പറമ്പിൽ വീഴുന്ന തെങ്ങോലയും മത്സ്യാവശിഷ്ടങ്ങളും ഒന്നാന്തരം കമ്പോസ്റ്റുകളാക്കി കുറഞ്ഞ ചെലവിൽ വളപ്രയോഗത്തിന് മാർഗമായി ഉപയോഗിക്കാം. മത്സ്യാവശിഷ്ടങ്ങൾ അടുക്കളത്തോട്ടത്തിന് വേണ്ട സൂക്ഷ്മ മൂലകങ്ങൾ സമൃദ്ധമാണ്. അടിസ്ഥാന വളമായി മാത്രമല്ല, ഓരോ 10 ദിവസത്തിലും പൊടിഞ്ഞ ജൈവവളം മാറി മാറി ചേർക്കുന്നത് ചെടികളുടെ ആരോഗ്യവും വിളവും കൂട്ടും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി ചിലന്തി മണ്ടരി, കേരളത്തിലെ മരച്ചീനി കൃഷിക്ക് ഉയർന്നുവരുന്ന ഭീഷണിയെപ്പറ്റി ചർച്ച ചെയ്യാം. ആഗോള വാർഷിക ഉൽപാദനത്തിന്റെ കാര്യത്തിൽ 6ാമത്തെ പ്രധാന വിളയാണ് മരച്ചീനി. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഭിപ്രായത്തിൽ ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ അരിയും ചോളവും കഴിഞ്ഞാൽ കലോറിയുടെ 3ാമത്തെ പ്രധാന ഉറവിടമാണ് മരച്ചീനി. ഇവയ്ക്ക് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന കാലാവസ്ഥയും വരൾച്ചാ സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇന്ത്യയിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഇത് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. മരച്ചീനിയുടെ ഉൽപാദനത്തിൽ തമിഴ്നാട് 1ാം സ്ഥാനവും കേരളം തൊട്ടു പിന്നിലുമാണ്. തിരുവിതാംകൂറിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് കേരളത്തിൽ ആദ്യമായി മരച്ചീനി കൃഷി തുടങ്ങുന്നത്. എന്നാൽ പിന്നീട് ഇത് കേരളത്തിന്റെ കാർഷിക സാമ്പത്തിക പാചക പാരമ്പര്യങ്ങളിൽ ഒരു പ്രധാന ഭക്ഷ്യവിളയായും കർഷകരുടെ വരുമാന സ്രോതസ്സായും വിവിധ പാചക വിഭവങ്ങളിലെ ഒരു പ്രധാന ഘടകമായും മാറിയിട്ടുണ്ട്. മരച്ചീനി കൃഷിയിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് കീടങ്ങളായ വെള്ളീച്ച, മീലിമൂട്ട, എലികൾ, മൊസൈക് രോഗം തുടങ്ങിയ അക്രമമാണ്. ഇവ ഗണ്യമായി വിഷനാശത്തിന് കാരണമാകുന്നു. അടുത്തിടെ കേരളത്തിൽ വിവിധ ജില്ലകളിലും മരച്ചീനി കൃഷിക്ക് ഭീഷണിയായിക്കൊണ്ട് ചിലന്തി മണ്ടരിയുടെ ആക്രമം ഉയർന്നു വന്നിട്ടുണ്ട്. 2024 ഫെബ്രുവരി തൃശൂർ ജില്ലയിൽ പാനഞ്ചേരി പഞ്ചായത്തിൽ 2 ഇടങ്ങളായി 4 ഏക്കറോളം വരുന്ന മരച്ചീനി കൃഷിയിടങ്ങളിൽ ചിലന്തി മണ്ടരിയുടെ രൂക്ഷമായ ആക്രമണം കണ്ടെത്തി. 20 വർഷത്തിലേറെയായി ഈ പ്രദേശത്ത് മരച്ചീനി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും മരച്ചീനിയിൽ ആദ്യമായിട്ടാണ് മണ്ടരിയെ രേഖപ്പെടുത്തുന്നത്. ഇലകൾ മഞ്ഞ നിറമാകുന്നതിന്റെയും ഇലകൾ പൊഴിയുന്നതിന്റെയും ലക്ഷണങ്ങൾ കർഷകർ പോഷകാഹാരക്കുറവാണെന്ന് തെറ്റിദ്ധരിക്കുകയും നൈട്രജൻ വളപ്രയോഗം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തത്. എന്നിട്ടും ഈ ലക്ഷണങ്ങൾക്ക് മാറ്റമുണ്ടായില്ല. പിന്നീട് സ്ഥിതിഗതികൾ കേരള കാർഷിക സർവകലാശാല മണ്ടരി വിഭാഗം മേധാവി അറിയിച്ചതിനെ തുടർന്ന് 2 പ്രദേശങ്ങളിൽ അടിയന്തര പരിശോധനകൾ നടത്തി ടെട്രാനിക്കസ് കൺസവായി എന്ന ചിലന്തി മണ്ടരിയുടെ ആക്രമണം കാരണമാണ് മരച്ചീനിയിൽ ഈ ലക്ഷണങ്ങൾ കാണുന്നത് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. കൂടാതെ 2024 മലപ്പുറം, തൃശൂർ, കൊല്ലം ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വൻതോതിൽ ഏക്കർ കണക്കിന് കൃഷിയിടത്തിൽ മണ്ടരിയുടെ രൂക്ഷമായ ആക്രമണം കണ്ടെത്തിയിട്ടുണ്ട്. ചിലന്തി മണ്ടരിയുടെ ആക്രമണം ഇലകളുടെ അടിഭാഗത്താണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇവ നീരൂട്ടി കുടിക്കുന്നതിന്റെ ഫലമായി ഇലകളുടെ മുകളിലെ പ്രതലത്തിൽ വെളുത്ത പുള്ളികൾ ഉണ്ടാവുകയും പിന്നീട് പുള്ളികൾ കൂടിച്ചേർന്ന് ഇലകൾ മഞ്ഞ നിറമാവുകയും തുടർന്ന് ഉണങ്ങി വാടിപ്പോവുകയും ചെയ്യുന്നു. ഇത് ചെടികളുടെ വളർച്ചയെ സാരമായി ബാധിക്കുന്നു. മണ്ടരിയുടെ എണ്ണം വർദ്ധിക്കുന്ന പക്ഷം അവ തണ്ടിന്റെ മുക്കാൽ ഭാഗത്ത് കൂട്ടമായി ഇരുന്ന് നീരൂട്ടി കുടിക്കുന്നത് കൊണ്ട് തണ്ടിന്റെ വെങ്കല നിറവ്യത്യാസത്തിന് കാരണമാകുകയും ചെയ്യുന്നു.
സാരമായി ബാധിച്ച കൃഷിയിടങ്ങളിൽ തണ്ട് മാത്രം അവശേഷിപ്പിച്ച് ഇലകൾ പൂർണ്ണമായി കൊഴിഞ്ഞ് വിളനാശത്തേക്ക് നയിക്കുന്നു. നിയന്ത്രിത മാർഗങ്ങൾ. ഇന്ത്യയിൽ മരച്ചീനി കൃഷിയിടങ്ങളിൽ ആദ്യമായിട്ടാണ് ചിലന്തി മണ്ടരിയായ ടെട്രാനിക്കസ് കൺസവായെ രേഖപ്പെടുത്തിയത്. മറ്റ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ മണ്ടരി ഒരു കീടമായി കണ്ടിട്ടുള്ളതിനാൽ മാറുന്ന കാലാവസ്ഥാ സാഹചര്യത്തിന് ഇവയുടെ ആക്രമണം വരും വർഷങ്ങളിൽ വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവയുടെ ആക്രമണം മറ്റു വിളകളിലേക്ക് പടരാൻ സാധ്യതയുള്ളതിനാൽ സ്ഥിരമായി മരച്ചീനി കൃഷിയിടങ്ങളിൽ നിരീക്ഷണം നടത്തുന്നത് നല്ലതാണ്. തുടക്കത്തിൽ തന്നെ മണ്ടരിയുടെ ആക്രമണം കണ്ടെത്തുന്നത് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇവയെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. ആക്രമണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അസാഡിരാക്റ്റിൻ 3 മുതൽ 5 മില്ലി വരെ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചെടികൾക്ക് തളിക്കാവുന്നതാണ്. ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൈറോമെസിഫിൻ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ, ഫെനസാക്വിൻ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLM-ന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLM-ന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLM-ന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SHGകൾ വാടകയ്ക്ക് നൽകുകയും SHGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SHGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIF-ൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ EC ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു.
വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക്, കർഷകർക്ക് ഡ്രോൺ സേവനം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ
മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിൻ്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിൻ്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിൻ്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിൻ്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിൻ്റെ പ്രയോഗം മൂലം മണ്ണിൻ്റെ ഓർഗാനിക് കാർബണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിൻ്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെൻറ്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിരിക്കും. മണ്ണിൻ്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിൻ്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മപോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിൻ്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിൻ്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിൻ്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FECT കാർഷികം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FECT കാർഷികം